എന്തായാലും കേരളം കാത്തിരുന്ന ശിക്ഷാവിധി. അതിലെ നിരാശാ പ്രതീക്ഷകൾക്കപ്പുറത്ത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് IPC സെക്ഷൻ 376D കൂട്ടബലാത്സംഗ പ്രകാരം 20 വർഷം കഠിന തടവും ഓരോരുത്തരും 50,000 രൂപ വീതം പിഴയും അടയ്ക്കണം എന്നുള്ളതാണ്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി കഠിന തടവ് അനുവദിക്കണം എന്നുള്ളതാണ്. പ്രതികൾ 1 മുതൽ 6 വരെയുള്ള IPC സെക്ഷൻ 342 അന്യായമായ തടങ്കൽ വെക്കൽ പ്രകാരം 1 വർഷം വെറും തടവ് ഉണ്ട്. IPC സെക്ഷൻ 366, 354B തുടങ്ങിയ വകുപ്പുകൾക്ക് പ്രത്യേക ശിക്ഷ വിധിക്കുന്നില്ലെന്ന് കോടതി പറയുന്നു. IPC സെക്ഷൻ 357 പ്രകാരം 1 വർഷം തടവുണ്ട്. മറ്റൊരു വകുപ്പ് പ്രകാരം സെക്ഷൻ 354B ആണെന്ന് തോന്നുന്നു 10 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം കൂടി പ്രത്യേക ശിക്ഷയുണ്ട്. ഒന്നാം പ്രതി പൾസർ സുനിക്ക് IT ആക്ട് സെക്ഷൻ 66E പ്രകാരം 3 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും അടച്ചില്ലെങ്കിൽ 6 മാസം തടവ്. IT ആക്ട് സെക്ഷൻ 67A പ്രകാരം 5 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും. രണ്ടാം പ്രതിക്ക് ഇനി എന്തൊക്കെയാണെങ്കിൽ കൂടി എല്ലാം കൂടെ 20 വർഷം അനുഭവിച്ചാൽ മതി. 20 വർഷം അനുഭവിക്കുന്നതിനകത്ത് തന്നെ ഈ പ്രതികൾ ഇതിനോടകം വിചാരണ കാലയളവിൽ ജയിലിൽ കിടന്ന കാലയളവ് കിഴിച്ചാണ് ബാക്കി ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരിക. അതിൽ 7.5 വർഷത്തോളം വിചാരണക്കാരിൽ ശിക്ഷ അനുഭവിച്ച പൾസർ സുനി ആയിരിക്കും ഈ 6 പ്രതികളിൽ ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്ന പ്രതി എന്ന ഒരു കൗതുകം, ഒരു വൈരുദ്ധ്യം കൂടി ശിക്ഷാവിധി പ്രഖ്യാപനത്തിൽ ഉണ്ട്. കൂട്ടബലാത്സംഗത്തിൽ നേരിട്ട് പങ്കെടുത്ത ആൾ എന്ന ആരോപണമുള്ള അല്ലെങ്കിൽ കൂട്ടബലാത്സംഗത്തിന് മുൻകൈയെടുത്ത അതിന്റെ ഗൂഢാലോചന ഇപ്പോൾ ഈ ശിക്ഷാവിധി പ്രകാരം 8ാം പ്രതി എന്നൊരു മാസ്റ്റർ കോൺസ്പിറേറ്റർ ഇല്ല. ഈ ശിക്ഷാവിധി പ്രകാരം 1ാം പ്രതിയാണ് അപ്പോൾ മാസ്റ്റർ കോൺസ്പിറേറ്റർക്കും കൂട്ടാളികൾക്കും സഹപാപികൾക്കും 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും 20 വർഷം എന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ശിക്ഷാവിധി കോടതി നൽകുന്നു. S. വിജയകുമാർ, നമ്മൾ പറഞ്ഞു വന്നത് ഇത് ഉറപ്പായും സജീവ വ്യവഹാരം കോടതിക്കകത്തും പുറത്തുമൊക്കെയുള്ള വളരെ ആക്റ്റീവായ ചർച്ചകൾക്ക് വ്യവഹാര വഴിയിലും അല്ലാതെയുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്ന ശിക്ഷാവിധി കൂടിയാണ് വിജയകുമാർ. ഉറപ്പായും എനിക്ക് തോന്നുന്നു ഇത് ഹൈക്കോടതിയിലേക്ക് അടിയന്തരമായി തന്നെ പ്രോസിക്യൂഷൻ ഈ ശിക്ഷയിന്മേൽ തുടർ നടപടികൾക്കായി പോകും. അതിൽ വിചാരണ കോടതി ഉത്തരവിനെ ഏതൊക്കെ തരത്തിലാണ് മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുക എന്നതിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെയോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെയോ ഒക്കെ നിയമോപദേശം കൂടി തേടി ഉടൻ തന്നെ പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കും. ഇതിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഈ ഘട്ടം വരെ, അതായത് ഇതിൽ 8ാം പ്രതിയെ കുറ്റമുക്തനാക്കി എന്നതിലൊഴികെ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു നിരാശയില്ല. കാരണം അവരും കണ്ടെത്തിയ മുഴുവൻ വാദങ്ങളും ഇവിടെ വിചാരണ കോടതി ശരിവച്ചിരിക്കുകയാണ്. ആ കുറ്റങ്ങളിൽ ഏതെങ്കിലും ഒന്നും നിലനിൽക്കില്ല. 1 മുതൽ 6 വരെ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത പ്രതികളുടെ കാര്യത്തിൽ എന്ന് വിചാരണ കോടതി പറഞ്ഞിട്ടില്ല. അത് മുഴുവൻ നിലനിൽക്കുമെന്നും ആ കുറ്റങ്ങൾ മുഴുവൻ ഇവിടെ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നും കണ്ടെത്തിയതിൻ്റെ തുടർച്ചയാണ് അവർക്ക് ഇപ്പോൾ ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ശിക്ഷ പ്രഖ്യാപനത്തിൽ, ആ ശിക്ഷാ കാലാവധിയുടെ വിഭജനത്തിലാണ് ഇവിടെ വലിയ എതിർപ്പ് പ്രോസിക്യൂഷൻ ഉയർത്തുന്ന, വിയോജിപ്പ് പ്രോസിക്യൂഷൻ ഉയർത്തുന്നത്. അത് മേൽക്കോടതിയിൽ നിന്നും ലീഗൽ റെമഡി തന്നെ അതിൽ ഉണ്ടാകണം. അതിന് വഴിയൊരുക്കുന്ന തരത്തിലുള്ള ഇടപെടലിനായിരിക്കാം ഒരുപക്ഷെ പ്രോസിക്യൂഷൻ തയ്യാറെടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് വിചാരണ കോടതി ജഡ്ജ്മെന്റിന്റെ പൂർണ്ണരൂപം, അതിന്റെ സർട്ടിഫൈഡ് പകർപ്പാണ് പ്രോസിക്യൂഷന് വേണ്ടത്. അത് കിട്ടിയാലുടൻ ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയായിരിക്കും വിചാരണ കോടതി ജഡ്ജ്മെന്റിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ തീരുമാനിക്കുക. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഇതിനോടകം തന്നെ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിയമപരമായി കൂടി അതിലേതെങ്കിലും തരത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഏതെങ്കിലും വിവരങ്ങൾ വിചാരണ കോടതിയുടെ മുൻപാകെ വരാതിരുന്നു എന്നൊരു കാര്യം ഈ 1 മുതൽ 6 പ്രതികളുടെ കാര്യത്തിലില്ല. അതിൽ 8ാം പ്രതിയുടെ കാര്യത്തിൽ മാത്രമാണ് അത്തരം എന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടോ എന്ന് അറിയേണ്ടത്. അത് ഒരുപക്ഷെ അതിൻ്റെ പകർപ്പ് പൂർണ്ണരൂപം പുറത്തു വന്നാലേ നമുക്കും അറിയൂ ഈ 1 മുതൽ 8ാം പ്രതിയുടെ കാര്യത്തിൽ മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് പറഞ്ഞ 8ാം പ്രതി എങ്ങനെയാണ് ഇതിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടത്, അതിന് കോടതി കണ്ടെത്തിയ നിയമപരമായ പശ്ചാത്തലം എന്താണ് എന്നത് പരിശോധിക്കേണ്ടത്. അത് വന്നാൽ മാത്രമേ അക്കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയൂ. ഇതിൽ ഈ പറയുന്ന 1 മുതൽ 6 വരെ പ്രതികളുടെ കാര്യത്തിൽ ഈ ജഡ്ജ്മെന്റിനകത്ത് പറയുന്നത് അവർ കുറ്റക്കാരാണ്, അവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെ, പ്രായം ഉൾപ്പെടെ. പക്ഷേ അപ്പോഴും ഈ 1ാം പ്രതി പൾസർ സുനി നിരവധി കേസുകളിൽ പ്രതിയാണ്, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ചില കേസുകൾ തുടരുന്നുണ്ട്. ഇത് കോടതി ചോദിച്ചതാണ് ഓപ്പൺ കോർട്ടിൽ ഇന്ന് തന്നെ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴും ഈ ഏറ്റവും ചെറിയ ശിക്ഷ, അതായത് കൂട്ടബലാത്സംഗത്തിനും 120B നൽകാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷ 20 വർഷമാണ്. അതിലൊതുക്കി എന്നതാണ് പ്രോസിക്യൂഷന്റെ വലിയ വിമർശനം. അതിനെപ്പറ്റിയുള്ള നിയമപരമായ വിശകലനം അല്ലെങ്കിൽ നിയമപരമായ വിലയിരുത്തലുകളാണ് ഇനി വരേണ്ടത്. അത് വിചാരണ കോടതി ജഡ്ജ്മെന്റിന്റെ പൂർണ്ണരൂപം പുറത്തു വരണം. അത് വന്നാൽ മാത്രമേ നമുക്കറിയൂ ഏതൊക്കെ സാഹചര്യമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത്. ഒന്ന്. മറ്റൊന്ന്, 8ാം പ്രതി മാസ്റ്റർ കോൺസ്പിറേറ്ററെ എങ്ങനെയാണ് ഈ കുറ്റമുക്തനാക്കിയത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ വിവരവും ഈ ജഡ്ജ്മെന്റിലെ ഉണ്ടാകൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മറ്റൊരു കടുത്ത നിയമ പോരാട്ടത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണിന്ന്. ആ തീരുമാനമെടുക്കുന്ന ഒരു ദിവസം കൂടിയാണിത്. പ്രോസിക്യൂഷൻ ആ തീരുമാനമെടുത്തിട്ടുണ്ട്.
അഡ്വക്കേറ്റ് അജകുമാർ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പോകാനുള്ള ഒരു പാസ്പോർട്ടാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത്. അത് കിട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് നോക്കാം, മേൽക്കോടതികളിൽ നോക്കാം എന്ന് പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പരോക്ഷമായി പറയുകയാണ് അഡ്വക്കേറ്റ് രാജകുമാർ വക്കീൽ. അതിനുശേഷം ഞങ്ങൾ ബന്ധു നേറുകയായിരുന്നു കോടതി മുറിക്കുള്ളിൽ എന്നുകൂടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊക്കെ കടുത്ത പരാമർശങ്ങളാണ് എന്ന് ഉറപ്പായും പറയാം. അതൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ആ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ കോടതിയുടെ പരിസരത്ത് നിന്ന് പറയുകയായിരുന്നു അഡ്വക്കേറ്റ് രാജകുമാർ. അല്ല നമ്മൾ പറയുന്നതല്ല, അത് ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ പറയുന്നതാണ്. ഉറപ്പായും നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായും അല്ലാതെയും ഒക്കെ വലിയ സജീവ ചർച്ചകൾക്ക് വിധേയമാകാൻ പോകുന്ന ഒരു ശിക്ഷാവിധി പ്രഖ്യാപനമാണ് എന്ന കാര്യം തർക്കം വേണ്ട. മാത്രമല്ല പ്രതികൾ ചെയ്ത അങ്ങേയറ്റം ഹീനമായ ഹിംസാത്മകമായ ഒരുപക്ഷെ അത്രത്തോളം ഭീകരമായ മാരകമായ കൊടും ക്രൂരകൃത്യത്തിന് ഗ്യാങ് റേപ്പിൽ പറഞ്ഞിരിക്കുന്ന പരമാവധി ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടർ മാത്രമല്ല, സ്ത്രീ സുരക്ഷയിൽ ആശങ്കപ്പെടുന്ന എല്ലാ മനുഷ്യരുമായിരുന്നു. അതുണ്ടായില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.